AD 621 റജബ് 27 മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മസ്ജിദുൽ ഖുദ്സിലേക്കും അവിടെ നിന്ന് 7ാം ആകാശത്തിലേക്കും അതിനപ്പുറത്തേക്കും പ്രയാണം നടത്തുന്നത്. മുത്തനബി തങ്ങൾ അങ്ങനെ അവിടെ എത്തിയപ്പോൾ അമിതമായ ദാഹം മുത്തനബി തങ്ങൾക്ക് അനുഭവപ്പെടുകയുണ്ടായി. അങ്ങനെയാണ് മുത്തനബി തങ്ങളുടെ മുമ്പിലേക്ക് 2 പാത്രങ്ങൾ കൊണ്ടുവരപ്പെട്ടത്. അങ്ങനെ അതിലുള്ള ഒരു പാത്രത്തിൽ ശുദ്ധമായ പാലും മറ്റൊരു പാത്രത്തിൽ കള്ളുമായിരുന്നു. മുത്തനബി തങ്ങൾ അവിടുന്ന് തിരഞ്ഞെടുത്തത് ആ പാലിനെയാണ്. പാല് മൊത്തം മുത്തനബി തങ്ങൾ കുടിച്ചിട്ടില്ല, അല്പം മാത്രം കുടിച്ചു, അല്പം അവിടെ തന്നെ വെച്ചു. അതിന് ഇത് കണ്ടുനിന്ന മലക്കുകളുണ്ടായിരുന്നു. അവർ പറഞ്ഞു, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കള്ളാണ് എടുത്തത് എങ്കിൽ മുത്തനബിൻ്റെ സമുദായം മുഴുവൻ വഴികേടിലായേനെ. മറിച്ച് മുത്തനബി തങ്ങൾ ആ പാല് മുഴുവൻ കുടിച്ചെങ്കിൽ ആ സമുദായം മുഴുവൻ നേർവഴിയിലുമായേനെ എന്ന് പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഈ ചുവന്ന പനിനീർപ്പൂ ഉണ്ടായൊരു കഥ പറയുന്നുണ്ടല്ലോ. മുത്തനബി തങ്ങൾ ആകാശത്തിലേക്ക് പ്രയാണം നടത്തുമ്പോൾ ഭൂമി കരയുകയും ഭൂമിയിലെ പച്ചപ്പെല്ലാം മഞ്ഞളിക്കുകയും ഉണ്ടായി. അന്നേരം മുത്തനബീൻ്റെ വിയർപ്പുതുള്ളി ഭൂമിയിലേക്ക് ഇറ്റുകയും അതാണ് പിന്നീട് ഈ ചുവന്ന പനിനീർപ്പൂവായി മാറിയതെന്നൊക്കെ നമുക്ക് കാണാം. മുത്തനബി തങ്ങളൊരു ഹദീസ് തന്നെ ഉണ്ടല്ലോ, എൻ്റെ ഗന്ധം ആരെങ്കിലും ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ചുവന്ന പനിനീർപ്പൂവ് മണക്കട്ടെ എന്നൊക്കെ. അവിടെ തന്നെ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വിയർപ്പുതുള്ളികൾ ഭൂമിയിലേക്ക് ഇറ്റി വീഴുകയും പിന്നീട് അതാണ് വെള്ളപ്പനിനീർപ്പൂവായി മാറിയതെന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇസ്രാ മിഅ്റാജിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട വാഹനമായ ബുറാക്കിൻ്റെ വിയർപ്പുതുള്ളികൾ ഭൂമിയിലേക്ക് ഇറ്റി വീഴുകയും അതാണ് പിന്നീട് മഞ്ഞപ്പനിനീർപ്പൂവായി മാറിയതെന്നും നമുക്ക് കാണാം.